തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അപമാനിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് കൊച്ചി ബിനാലയിലെ ചിത്രപ്രദർശനം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു. ഇടം എന്ന പേരിൽ പ്രദർശനം നടക്കുന്ന ഗാർഡൻ കൺവെൻഷൻ സെന്ററിലെ പ്രദർശനമാണ് നിർത്തിവെച്ചത്. ചിത്രത്തിനെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. ടോം വട്ടക്കുഴിയുടെ ദുവാങ്കിയുടെ ദുർമൃത്യു എന്ന പെയിന്റിംഗിനെതിരെയാണ് വിമർശനമുയർന്നത്. അന്ത്യത്താഴത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അപമാനിക്കുകയാണെന്ന് സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ചിത്രം പ്രദർശിപ്പിച്ച ഗ്യാലറിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടന്നു. കൊച്ചി ബിനാലയിലെ ചിത്രപ്രദർശനമാണ് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അപമാനിക്കുന്നുവെന്ന് ആരോപണത്തെ തുടർന്നാണ് കൊച്ചി ബിനാലയിലെ ചിത്രപ്രദർശനം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. ഇടം എന്ന പേരിലാണ് പ്രദർശനം നടക്കുന്ന ഗാർഡൻ കൺവെൻഷൻ സെന്ററിലെ പ്രദർശനമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. കൊച്ചി ബിനാലയിലെ ചിത്രപ്രദർശനമാണ് ഇടം എന്ന പേരിലുള്ള ചിത്രപ്രദർശനമാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അപമാനിക്കുന്നുവെന്ന് ആരോപണത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തിരിക്കുന്നത്. ടോം വട്ടക്കുഴിയുടെ ദുവാങ്കിയുടെ ദുർമൃത്യു എന്ന പെയിന്റിങ്ങിനെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു ചിത്രമാണിതെന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബിനാലയിലെ ചിത്രപ്രദർശനം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. ടോം വട്ടക്കുഴിയുടെ ദുവാങ്കിയുടെ ദുർമൃത്യു എന്ന പെയിന്റിങ്ങിനെതിരെയാണ് വിമർശനമുയർന്നത്. അന്ത്യത്താഴത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അപമാനിക്കുകയാണെന്നാണ് സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. എന്തായാലും ചിത്രം പ്രദർശിപ്പിച്ച ഗ്യാലറിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടന്നിരുന്നു. ഇപ്പോഴിതാ എല്ലാ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഈ ഒരു കൊച്ചി ബിനാലയിലെ ചിത്രപ്രദർശനം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്.